അയോധ്യ രാമക്ഷേത്രത്തിലും തട്ടിപ്പ് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. 1250 സ്വർണ വെള്ളി ഇഷ്ടികകളും 60 കിലോ വെള്ളിക്കട്ടികളുമൊക്കെ കാണാനില്ല എന്നാണ് പറയുന്നത്. അയോധ്യയെ പോലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയേറെ സ്വർണ വെള്ളിക്കട്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രസ്റ്റികൾ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാം. എങ്ങനെയാണ് ഇത് എവിടേക്കാണ് പോയിട്ടുണ്ടാവുക? ഒന്നാമത്തെ കാര്യം അതിന്റെ തുടക്കം മുതൽ തന്നെ വലിയ അഴിമതി ഉണ്ട് എന്നുള്ളതാണ്. അത് സ്ഥലം മേടിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ അതിന്റെ ഇടക്കുള്ള സ്ഥലങ്ങൾ കയ്യേറിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി അഴിമതികളുണ്ട്. പിന്നെ അതൊക്കെ പോട്ടെ. കാരണം അതൊക്കെ അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്പലം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ആളായി അറിയാം? അതായത് 2024 തെരഞ്ഞെടുപ്പില് ഇലക്ഷന് തൊട്ട് മുമ്പ് ജാനുവരിയിലാണിത് ഇനാഗുറേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം എത്ര കൊല്ലമായിട്ടുണ്ട്? വളരെ കുറച്ച് 2 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. ഈ 2 കൊല്ലം കൊണ്ടാണ് ചെറുതായിട്ട് ഒരു 200 കോടി രൂപയുടെ അഴിമതി നടത്തിയത്. ചെറുതായിട്ട്. പിന്നെ ഇതൊക്കെ തുടക്കം മുതൽ തന്നെ അവിടെ ഉണ്ട്. അത് ചോർന്നൊലിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ ചോർന്നൊലിക്കുന്നു? അത് കൃത്യമായിട്ട് ആരെങ്കിലും പണിയാൻ ഏൽപ്പിച്ച് ചോർന്നൊലിക്കും? അവിടെ ചോർന്നൊലിക്കുന്നതിന് പ്രശ്നമില്ല, ഈ പറയുന്ന അഴിമതി നടന്നതിന് പ്രശ്നമില്ല, സ്ഥലം മേടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല. അവിടെയുള്ള ജനങ്ങൾ BJP എന്തുകൊണ്ടാണ് ഫൈസാബാദിലെ ജനങ്ങൾ തോൽപ്പിച്ചത് എന്നുള്ളതിന് കുഴപ്പമില്ല. ഇതിനൊക്കെ അടിസ്ഥാനം ഒരൊറ്റ കാര്യമുള്ളൂ. ആ കാര്യം തുറന്നു പറയാൻ എല്ലാവർക്കും മടിയാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നതും അമ്പലം എന്ന് പറയുന്നതും ഞങ്ങൾ ഭയങ്കര തീവ്ര വിശ്വാസികളാണെന്നൊക്കെ പറയുന്നതൊക്കെ വെറും അഭ്യാസമാണ്. ഇതിന്റെ പിന്നിലുള്ള പണമാണ് എല്ലാവരുടെയും ലക്ഷ്യം. രണ്ടാമത്തേത്, ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം അധികാരമാണ്. ആ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഗിമ്മിക്കാണ് അടിച്ചത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലും പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ അമ്പലത്തിൽ നിന്ന് പണം കളവു എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം അതിൽ പ്രതികരിക്കേണ്ടതും രോഷാകുലരാകേണ്ടതും വിശ്വ ഹിന്ദു പരിഷത്തും BJPയും അതുപോലെ RSSും ഒക്കെ അല്ലേ? അവരെന്താ മിണ്ടാത്തത്? എന്താ? അത് അമ്പലവുമായി ആയതുകൊണ്ട് ശരി അല്ല, ഞാൻ പറഞ്ഞ അമ്പലവുമായി ബന്ധപ്പെട്ട് ഞാനും പ്രജിതയും എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് പ്രജിത മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മോഷ്ടിക്കുന്നു പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ രോഷം തോന്നുന്നത് പ്രജിതക്കല്ലേ ഞാൻ മോഷ്ടിച്ച. അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാ? അങ്ങനെ തോന്നാത്തതിന്റെ പിന്നിലെ കാര്യം ഇവര് തന്നെ ഇതിനകത്ത് പലരും ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നേരത്തെ തന്നെ മിശ്ര എന്ന് പറയുന്ന മറ്റേ ഇയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. BHPയുടെ അഖിലേന്ത്യാ നേതാവ്, വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഇതിന്റെ ട്രസ്റ്റികളിൽ ഒരാളാണ്. അപ്പൊ ഇവർക്കൊന്നും ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഇനി അടുത്തത്, അവിടെയുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു SOP സാധാരണ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അവിടെ ഉണ്ടാക്കിയിരുന്നു. അതിൽ ഓരോരുത്തരുടെയും വേഷം എന്താണ്, ഓരോരുത്തരുടെയും രീതികൾ എന്താണെന്നൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവിടെയുള്ള ക്യാമറകളുടെ ബാക്കപ്പ് എത്രയാണെന്നറിയോ? 45 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ചുറ്റിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറകളുടെ ബാക്കപ്പ് 45 ദിവസത്തേക്കുണ്ട്. രണ്ടാമത് ഏറ്റവും വലിയൊരു തമാശ കൂടി കേട്ട കാര്യം എല്ലാവർക്കും മനസ്സിലാവും. പണം എണ്ണുന്ന മേശയുടെ ക്യാമറ ഇല്ല. സാധാരണ ഏതൊരു റെസ്റ്റോറന്റിലോ ഒരു ഹോട്ടലിലോ പോലും ഏറ്റവും ആദ്യത്തെ ക്യാമറ എവിടെയായിരിക്കും വെക്കണമെന്ന് അറിയാം? പണം വേണ്ടുന്നിടത്തായിരിക്കും. പണത്തിന്റെ പെട്ടിയുടെ അരകോടായിരിക്കും അടിച്ചു വെച്ചിട്ടുണ്ടാവും. എന്തിനു പോലെ നമ്മളിപ്പോ ലുലു മാളിൽ പോയിട്ടുണ്ടെങ്കിൽ ലുലു മാളിൽ ഇതിങ്ങനെ തലക്ക് പോലിരിക്കുന്ന ക്യാമറ ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10-32 മറ്റേ അക്കൗണ്ട് കൗണ്ടറുകളുടെ നടുക്കുള്ള ക്യാമറയാണ്. ആ ക്യാമറകളുടെ ബാക്കപ്പ് നിരവധി മാസങ്ങളിലേക്ക് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ എപ്പോൾ സംശയം തോന്നിയാലും ഇത് എടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവര് പറഞ്ഞ വിശാല ഹൃദയരായതുകൊണ്ട് ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടില്ല, വെച്ചിട്ടില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അവരുടെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ ഇപ്പൊ പറയുന്നത് അവിടെ വലിയ മോഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മോഷണങ്ങൾ നടന്നിട്ടുള്ള ആളുകൾ ഇനി ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷെ ആരാ ഭരിക്കുന്നത്? യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും കർശനമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതല്ലേ? ആ നടപടികൾ എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഈ അയോധ്യ ക്ഷേത്രം പണിയുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിനെതിരായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ അടുത്തൊരു കാര്യം കൂടി പറയട്ടെ. ഈ ആരോപണം ഉന്നയിച്ചവരിൽ ആദ്യം ഉള്ള ഒരാളാരാണെന്ന് അറിയാമോ? അത് BJPയുടെ MP ആയിട്ടുള്ള ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ്. മറ്റേ റസലിംഗ് ഫെഡറേഷന്റെ ഹെഡായിരുന്ന ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് ആണ്. അതായത് മറ്റേ പീഡന കേസുകളിലൊക്കെ പെട്ടു എന്ന് ആരോപണമുള്ള ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് ആണ്. അദ്ദേഹമാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം ഈ അമ്പലം നിർമ്മിക്കാനാവണമെന്ന് ആവശ്യപ്പെട്ട് ഏറ്റവും ആദ്യം അവിടെ ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും അതിൽ ജയിലിൽ പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇത് ആരാണ് ഇത് ചെയ്യുന്നത്?
ഇതിന്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ. ഈ മതം പറഞ്ഞ് ആളുകളെ സംഘടിപ്പിക്കാനും അത് പറഞ്ഞ് വികാരപരമായി ആളുകളെ സമീപിക്കാനും അതൊരു വോട്ടാക്കി മാറ്റാനും ഒക്കെ പരിശ്രമിക്കുന്നവർക്കൊന്നും തന്നെ യഥാർത്ഥത്തിൽ അവരാണ് ഏറ്റവും വലിയ നിരീശ്വരവാദികൾ. ശരിക്കും പറഞ്ഞാൽ രവിചന്ദ്രനൊന്നുമല്ല, അവരാണ് ഏറ്റവും വലിയ രവിചന്ദ്രനെ പോലും നമ്മളിപ്പോ ഒരു അമ്പലം ഏൽപ്പിച്ചു കൊടുത്താൽ പുള്ളിക്ക് അവിടെ നിന്ന് വോട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിപ്പോ ശരിക്കും നിരീശ്വരവാദികളായിട്ടുള്ള പല ആളുകൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ പോലും ദൈവം എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവുമോ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവും ഇവിടെ നിന്ന് വോട്ടിക്കാൻ. മനസ്സിലായി? ഞാൻ പറഞ്ഞ രവിചന്ദ്രൻ വോട്ടിക്കൊന്നല്ല, ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പൊ ഒരു യുക്തിവാദിനെ, ഏറ്റവും വലിയ തീവ്ര യുക്തിവാദിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവനൊരു ചെറിയ ഇതുണ്ടാവും, ദൈവം എന്തെങ്കിലും ഒരു വിശ്വാസം ചിലപ്പോൾ ഉണ്ടാവുമോ എന്നുള്ളതുണ്ടാവും. ഇവർക്ക് അങ്ങനെ പോലും ഇല്ല, ഇവരാണ് യഥാർത്ഥ വിശ്വാസി. സർ, ഇതില് 18,000 രൂപ പ്രതിമാസം ശമ്പളമുള്ളവർക്കൊക്കെ കോടികളുടെ ആസ്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഇനോഗ്രേഷൻ അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇത്രയും വലിയ കോടിയുടെ ആസ്തികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പണം അപഹരിക്കാനായിട്ട് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉയർന്ന വിലയ്ക്ക് ഭൂമി വാങ്ങിയെന്നും ഒക്കെ ആം ആദ്മി പാർട്ടി സഞ്ജയ് സിംഗ് ആരോപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 2 കോടി രൂപ വിലയുള്ള ഭൂമി 18 കോടിക്കും 2.9 കോടിയുടെ ഭൂമി 24 കോടിക്കും 9 കോടി വിലയുള്ള ഭൂമി 55 കോടിക്കുമാണ് വാങ്ങിയതെന്നാണ് സഞ്ജയ് സിംഗ് അല്ല, അതിൽ ആരോപിച്ചിട്ടുള്ളത്. പുള്ളി ഈ ഒരു പ്രപ്പോർഷൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ആ കണക്ക് പറഞ്ഞില്ല, താങ്കൾ അത് വായിച്ചു നന്നായി. കാരണം ഞാൻ കണക്കുകളിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ എള്ള വിലയുടെ 5 ഇരട്ടിയാണ് പുള്ളി എല്ലാത്തിനും എടുത്തത്. ശ്രദ്ധിച്ചു നോക്കിയാ. അതായത് 2.5 കോടി രൂപ ഉള്ളത് പുള്ളി അതിന്റെ 12.5 കോടി രൂപക്ക് അല്ലെങ്കിൽ 18 കോടി രൂപക്ക്, അങ്ങനെ പുള്ളി എല്ലാത്തിനും 5 ഇരട്ടി പുള്ളി വില ഇട്ടത്. ഈ ചമ്പത് റായ് എന്ന് പറഞ്ഞ ആരാണ്? അദ്ദേഹം അവിടെ ഈ ഹിന്ദു പരിവാർ സംഘടനകളുടെ നേതാവാണ്, അതിന്റെ ട്രസ്റ്റിയാണ്. ആ ട്രസ്റ്റി ആയിട്ടുള്ള ആളാണ് ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയേക്കണം ഒന്ന്. ഇനി ഇത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചമ്പത് റായ് എന്ന്. അത് വിട്, താങ്കൾ പറഞ്ഞ പോലെ 18,000 രൂപയും 15,000 രൂപയും ഒക്കെ ശമ്പളമുള്ള ആളുകൾ കോടീശ്വരന്മാരുണ്ട്. എങ്ങനായി? അവരുടെയൊക്കെ വീടുകൾ ഇപ്പൊ ലക്ഷങ്ങളുടെ ആർഭാട വീടുകളാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. എങ്ങനെ വന്നു? സത്യം പറയണെങ്കിൽ ഞാൻ പറയുന്നത് അവരൊക്കെ നല്ല നല്ല ആൾക്കാരാണ്. കേവലം 2 കൊല്ലങ്ങൾ കൊണ്ടാണ് ഈ പുരോഗതി നേടിയിട്ടുള്ളത്. അവർക്ക് ഒരു 5 കൊല്ലം കൂടി കൊടുത്താൽ അവരെന്ത് ചെയ്താരെ? അദാനിനെ വെട്ടിയാരെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നിന്നുള്ള ഈ പാവപ്പെട്ട ആളുകൾ മുഴുവൻ ശരിക്കും അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് വിസിറ്റ് നടത്തുകയും അത് വലിയൊരു ആർക്കിടെക്ചർ നിർമ്മിതി പോലെ കാണാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, എനിക്ക് പരിചയമുള്ള എന്റെ കുടുംബത്തിൽ നടക്കുള്ള ആളുകൾ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആളുകളൊക്കെ പോവുകയും അവിടെ കാണിക്കയിടുകയും ചെയ്യുന്ന പണം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര പണമല്ല വരുന്നത്. പിന്നെ ഇതിൽ വലിയൊരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ പ്രജിത? ഈ അമ്പലങ്ങളിലെ ആരാധനാലയങ്ങളിലെ പണം കൊള്ളയടിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, കണക്കില്ലല്ലോ. നിങ്ങളിപ്പോ നിങ്ങളൊരു പൂജക്ക് വേണ്ടിയിട്ട് റെസിപ്റ്റ് എഴുതി കൊടുത്ത് പണം മേടിക്കണമെങ്കിൽ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് 5 ലക്ഷം രൂപ ഇട്ടു എന്ന് 10 ലക്ഷം രൂപ ഇട്ടു ഈ ഭണ്ഡാരത്തിലെ പണം ഉണ്ടെന്നതിന് വല്ല കണക്കണ്ട? ശരിക്കും പറഞ്ഞ ബക്കറ്റ് ഒരു പോലെ തന്നെ, കണക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം? കൂളായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ച രാമൻ എന്തിനാന്ന് പണം? ഈ ലോകം തന്നെ പുള്ളിയുടെ കയ്യിലല്ലേ. പുള്ളിക്ക് ഇപ്പൊ ഇന്ത്യൻ കറൻസി ആയിട്ട് കിട്ടണോ? ദൈവത്തിനൊക്കെ പണത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെയുള്ള മറ്റേ വിശ്വാസമുള്ളവൻ ചിലപ്പോ മറ്റേ ഗോവയിൽ മറ്റേ MLA ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്, ഞാൻ എടുക്കുകയാണ്, വിരോധം തോന്നരുത് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പിന്നെ അത് ശീലമായി പോകും. ഈ കളവിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ കളവ് ഒരിക്കലും നമുക്കൊരു സുപ്രഭാതത്തിൽ നിർത്താൻ പറ്റില്ല. കാരണം നമുക്ക് ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവൻ മാന്യനായിരിക്കും. അവിടെ ഒരു 2,000 രൂപ അവന് ഒരു തവണ കിട്ടി തുടങ്ങി വിചാരിച്ചു. അപ്പൊ ഒരു 2,000 രൂപയുടെ ചെലവന് പെർ ഡേ വന്നു തുടങ്ങി. നമുക്ക് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നാളെ പ്രജിത അറിയേണ്ടത് 10,000 രൂപ കൂടെ ജീവിച്ചു പോകാനുണ്ട്, 20,000 രൂപ ജീവിച്ചു പോകാനുണ്ട്, 50,000 രൂപ കിട്ടിയാലും അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, 2 ലക്ഷം രൂപ ജീവിച്ചു പോണ ആളുണ്ട്. കാരണം എന്താ? നമ്മൾക്ക് കിട്ടുന്ന പണം അനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാറും, നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള ഹോട്ടലുകൾ മാറും. അങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പിന്നെയും പിന്നെ അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ കിട്ടി പിന്നെ തികയാതെ വരും. അതാണ് ഇപ്പൊ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഒറ്റടിക്ക് അടിച്ചു മാറ്റിയത്. ഇപ്പൊ തന്നെ ഈ സ്ഥലത്തിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ എല്ലാം ശരിയാണ്, അത് അക്ഷരം പ്രതി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ പിടിച്ച് ഇപ്പൊ നാളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്ത് ഇത് മുഴുവൻ പുറത്തു വരും. പക്ഷെ ഇത് പുറത്തു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിന് വലിയ അടിയേൽക്കും.
ഈ പറയുന്ന ഇപ്പൊ യോഗി ആദിത്യനാഥോ ബാക്കിയുള്ളവർ ഇത് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചാൽ പോലും നാളെ VHPയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ഇതിനകത്ത് പെട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഉം. ഇവരെ വിശ്വാസമല്ല. ആളുകള് സംഭാവന കൊടുക്കുന്നത് കുറയും, ഇപ്പൊ വിശ്വാസം തന്നെ കുറഞ്ഞു. പറയും. അപ്പൊ 8% കുറഞ്ഞു. കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് പതുക്കെ അങ്ങോട്ട് മൂടി വെക്കും. യഥാർത്ഥത്തില് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആണ് വിശ്വാസം ഉള്ളത്, അല്ലാതെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വിശ്വാസമില്ല. വിശ്വാസം ഉള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ അപാരമായിട്ടുള്ള വിശ്വാസവും, പോട്ടെ അപാരമായ വിശ്വാസമൊന്നും വേണ്ട, ദൈവമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കളവ് നടത്താൻ തോന്നും, ഒരിക്കലും ഇല്ല. ഒരു തെറ്റ് ചെയ്യാൻ തോന്നും, ഒരു വൃത്തികേട് ചെയ്യാൻ തോന്നും, ചെയ്യാൻ തോന്നും. ഇല്ല. നമ്മുടെ ഇവിടെ അങ്ങനെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നും അവർക്കില്ല. ഇനി അതും പോട്ടെ, ദൈവം ഉണ്ടെന്ന് ഒരു ഇത്തിരിയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിനകത്ത് തന്നെ കളവ് നടത്താൻ തോന്നും. ഇല്ല. അപ്പൊ അങ്ങനെ വിശ്വാസം ഇവിടെ ഇല്ല. ആ വിശ്വാസം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായി ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള വിശ്വാസമാണ്. അതാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ കണ്ടത്. അങ്ങനെ ഇന്ത്യ മുഴുവൻ പടരുന്ന ഒരു വിശ്വാസം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത്. അല്ലാതെ ഇതിനപ്പുറത്തുള്ള വിശ്വാസമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ രാമക്ഷേത്രം ചോർന്നൊലിക്കുമ്പോ വലിയ ദേഷ്യം വരണ്ടേ? ഈ പണി കൊടുത്തവരാരാ? എങ്ങനെയായിരിക്കും ഈ രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നുണ്ടാവുക? പണി കൊടുത്ത കോൺട്രാക്ടർ പ്രോപ്പർലി ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മിക്കവാറും ഇതിന്റെ ഇടക്ക് വേറെ കമ്മീഷൻ അടിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളു. പാർലമെന്റ് മന്ത്രി ഇതുപോലെ തന്നെ. അപ്പൊ അതുപോലെ പല കാര്യങ്ങളിലും ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് അയോധ്യ മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം, അയോധ്യ മാത്രമല്ല, ഇതുപോലെ ആളുകൾ മുഴുവൻ ഭയങ്കരമായി വിശ്വസിച്ചു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള അഴിമതിയുണ്ട്. അത് അയോധ്യയിലാവുമ്പോൾ ഞെട്ടിക്കുന്നതാണെന്ന് മാത്രം. 200 കോടി രൂപ, താങ്കൾ പറഞ്ഞ പോലെ 60 കിലോ വെള്ളിയാണ് ആരാ പിടിച്ചു കൊടുത്തതെന്ന് അറിയോ? ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ഓർഗനൈസേഷൻ ഉണ്ട്, അവരുടെ അസോസിയേഷൻ, അവരൊക്കെ കൂടി പിരിച്ചു കൊടുത്താണ് 60 കിലോ സ്വർണ്ണം, മറ്റേ വെള്ളി. പിന്നെ സ്വർണം വേറെ. പിന്നെ ദൈവത്തിന് ഇപ്പൊ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ പണത്തോടൊന്നും എന്ത് ഉണ്ടാവൂല. ആവശ്യമുള്ളവന് എന്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് 18,000 രൂപ ശമ്പളം മേടിക്കുന്നവരൊക്കെ ഇപ്പൊ ഈ 2 കൊല്ലം കൊണ്ട് അവരൊക്കെ വലിയ വീടുകൾ വെച്ച് കഴിഞ്ഞു, കാറുകൾ മേടിച്ചു കഴിഞ്ഞു, വലിയ ആർഭാടകരമായ ജീവിതം നയിക്കണ എന്ന് പറഞ്ഞാൽ പ്രതിതൊന്നും ആലോചിച്ചു. ഏറ്റവും താഴേക്കിടയിലുള്ളവനാണ്. അപ്പൊ ബാക്കി മുകളിലിരിക്കുന്നവൻ എന്തായിരിക്കും? കോടികളാണ്, കോടികൾ. 200 കോടി രൂപയുടെ അഴിമതിയാണ്. സഞ്ജയ് സിംഗ് എന്ന് പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ആം ആദ്മി പാർട്ടിയുടെ MP ആണ് അകത്ത് പോയ. അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചേക്കണ 200 കോടി രൂപയുടെ അഴിമതിയാണ്. പിടിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.